തികച്ചും കെട്ടിച്ചമച്ചതാണ്. ഇത് പറയണമെങ്കിൽ ഞങ്ങൾ ആരോടെങ്കിലും ടിനി ടോം പറഞ്ഞിട്ടുണ്ടാവില്ലേ? എന്തുകൊണ്ട് ഇത് നീനാക്കുറുപ്പ് മാത്രം കേട്ടു? ഞങ്ങൾ 504 അംഗങ്ങളുള്ള ഒരു സംഘടനയാണ്. ഒരു 10 പേര് ടിനി ടോം ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് വരട്ടെ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പിന്നെ നീനാക്കുറുപ്പ് പറയുന്നത് അംഗീകരിച്ചുകൊണ്ട് 5 പേര് ടിനി ടോം ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അദ്ദേഹത്തിനെതിരെ നടപടി കൊണ്ടുവരാം. പക്ഷേ നീനാക്കുറുപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. ഇല്ലെങ്കിൽ അൻസിബ പറയണം, ഞാൻ കേട്ടു, ടിനി ചേട്ടൻ എന്നെ ഇങ്ങനെ പറഞ്ഞത് ഞാൻ കേട്ടു എന്ന് ആ കുട്ടി ഒന്ന് പറയട്ടെ, ആ മോള് പറയട്ടെ. ഞങ്ങൾ അപവാദം പറയുന്നു. അൻസിബയ്ക്ക് പരാതിയുണ്ട്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു അൻസിബയും മലയാളത്തിലെ മഹാനടനെയും ചേർത്ത് വെച്ചിട്ട് അപവാദം പറയുന്നത് മുഖു പരമേശ്വരൻ എന്ന് പറയുന്നു. അപ്പൊ അൻസിബ പറയുന്നത് ന്യായമുണ്ട് നിങ്ങൾ തന്നെ പറഞ്ഞു ഉണ്ട്. കാരണം ഈ നടപടി വേണം. ഞങ്ങള് ഇതിനെതിരെ ആദ്യം എഴുന്നേറ്റ് നിന്ന് അൻസിബയ്ക്ക് വേണ്ടി സംസാരിച്ച വ്യക്തി ഈ പറയുന്ന ടിനി ടോം ആണ്. നിങ്ങൾ എന്ത് വൃത്തികേടാണ് ഈ ഒരു പെൺകുട്ടിയെ പറ്റി, കല്യാണം പോലും കഴിച്ചിട്ടില്ലാത്ത ഒരു പെൺകുട്ടിയെ പറ്റി നിങ്ങൾ എന്ത് വൃത്തികേടാണ് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ച് എഴുന്നേറ്റ് നിന്ന് ഒച്ച ഉണ്ടാക്കിയ വ്യക്തി ടിനി ടോം ആണ് ആദ്യം. അതൊന്നും അൻസിബയ്ക്ക് അറിയില്ല. ഞങ്ങൾക്ക് ഈ ലെറ്റർ കിട്ടിയത് എനിക്ക് തോന്നുന്നു April 30 ഞങ്ങൾക്ക് ലെറ്റർ കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് മെയ് മാസത്തിലുള്ള ഞങ്ങളുടെ മീറ്റിംഗ് ഞങ്ങൾ ഈ കത്ത് എടുക്കുകയാണ്. അതുല്യയുടെ വിഷയങ്ങളൊക്കെ വരുന്നത് ഓർമ്മയില്ലേ? അപ്പൊ ഈ കത്ത് എടുത്തപ്പോ ഈ വിഷയങ്ങൾ ഓരോരോ വിഷയങ്ങൾ ഞങ്ങൾ സംസാരിച്ച് സെക്രട്ടറി വളരെ മോശമായിട്ടാണ് ഈ കുട്ടിയെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സരിവ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു ഞാൻ സാക്ഷിയാണ്, ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. സെക്രട്ടറിക്കെതിരെ തീർച്ചയായിട്ടും നടപടി വേണം. ഇത് എനിക്ക് മനസ്സിലാവുന്നത് എന്താന്ന് വെച്ചാൽ ഇത് കൃത്യമായ ഒരു ഗൂഢാലോചനയിലാണ്. ഇതിപ്പോ ഇന്നലെ എന്നിലേക്ക്, ഇത് ഇന്ന് പിന്നെ ടിനി ചേട്ടനിലേക്ക്, നാളെ മറ്റൊരു എക്സിക്യൂട്ടീവ് അംഗത്തിലേക്ക് പോകും. കാരണം എന്ന് വെച്ചാൽ ഇത് വളരെ ടാർഗറ്റഡ് ആയിട്ട് ഇവർ കളിക്കുന്ന ഒരു ഗെയിമാണ്.